പറഞ്ഞ എന്തുട്ടാണ് മര്യാദ പുരുഷോത്തമൻ. ആ ബെസ്റ്റ്. എടി ഞാൻ പറയുന്നത് പൊളിറ്റിക്സിനെ പറ്റിയാണ്. നീ എന്തുട്ട് തന്നെയാണ് പറയുന്നത്? എടി ഞാനും അത് തന്നെയാ പറഞ്ഞത്. മെമ്പർ ഓഫ് പാർലമെന്റ് മര്യാദ പുരുഷോത്തമൻ അയാൾ എങ്ങനെ ഉണ്ടാവും? പിന്നെ വളച്ചു കിട്ടി വർത്തമാനം ഒന്നും മീരാക്കി പറയടി. എന്റെ പൊന്നു ഇഷ്ടം ഒന്ന് തെളിച്ചു പറ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? എടി വെറുതെ ഒരാളെ ഡൽഹിക്ക് വിട്ടിട്ട് നമുക്ക് എന്തിനു കിട്ടാനാ? ഡൽഹിക്ക് വിടുന്ന ആൾക്കൊരു പവറൊക്കെ വേണ്ടേ? ശരിയാണ്. എന്റെ അറിവില് എല്ലാ എം പിക്കും ഒരൊറ്റ പവറുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുന്ന വിടുന്ന ആള് വെറൊരു MP അല്ലെങ്കിലോ? എടി നമ്മൾ ആരെ വിട്ടാലും പോണ ആള് നമുക്ക് വികസനം കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളെ ജയിപ്പിച്ചു വിട്ടിട്ടല്ലേ നമുക്ക് കാര്യമുള്ളൂ. എടി അത് തന്നെ ഞാനും പറഞ്ഞത്. കഴിഞ്ഞ തവണ തൃശ്ശൂർക്കാര് തോപ്പിച്ച് വിട്ടിട്ടും നമ്മുടെ തൃശ്ശൂരിന് ഉപകാരമായത് ആരാ? 3ാം തവണയും മോദി ഭരിക്കുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല. പിന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ നമ്മുടെ തൃശ്ശൂരിന് ഭാഗ്യം തെളിയല്ലേ ചെയ്യുള്ളൂ. എടി ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാ. അതുകൊണ്ട് തന്നെ 5 വർഷം കൂടുമ്പോഴുള്ള ഈ വോട്ട് അതെന്തായാലും കറക്റ്റ് ആൾക്ക് കുത്താനേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്ഥാനാർത്ഥിയുടെ നന്മ നോക്കിയിരുന്നെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി വോട്ട് ചെയ്യുള്ളൂ. എൻ്റെ വോട്ട് ഞാൻ വെറുതെ പാഴാക്കില്ല. എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് ഇത്തവണ അതെന്തായാലും വികസനത്തിനായിരിക്കും. അതുകൊണ്ട് ഇത്തവണത്തെ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് തന്നെയാട്ടാ. ഇടം വലം നോക്കാതെ തൃശൂർ ഇനി സുരേഷ് ഗോപിയോടൊപ്പം. हमारा संकल्प विकसित भारत.